നമസ്കാരം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഓരോ ദിവസവും തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കും, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ആകുലപ്പെടും. ഈ ചിന്തകൾ വെച്ചിട്ട് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടും. ശരിയല്ലേ? ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഓട്ടപ്പാച്ചിലുകളിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും, അതല്ല ഓൾറെഡി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഇനി ഇതൊന്നുമല്ല ഇതിനൊന്നും സമയമില്ലാത്ത ഒരാളാണെങ്കിലും, നിങ്ങൾക്ക് വളരെ കൃത്യമായി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഗൈഡാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പോലും ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ബ്രീത്ത് കൺട്രോളാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് നിവർന്നിരിക്കുക. ശരീരം റിലാക്സ്ഡ് ആയിരിക്കണം. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. ഇനി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ശരീരം എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മാത്രം ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. അതെങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് വാച്ച് ഇറ്റ്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ മറ്റ് ചില ചിന്തകൾ വരുന്നുണ്ടാവാം. നാളത്തെ ജോലിയെക്കുറിച്ചോ, അടുത്തെന്ത് ഭക്ഷണം കഴിക്കണമെന്നോ, മറ്റൊരാളോട് എന്ത് സംസാരിക്കണമെന്നോ, അങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലേ? കുഴപ്പമില്ല, അത് തികച്ചും സ്വാഭാവികമാണ്. അപ്പം നിങ്ങൾ ആ ചിന്തകളിലേക്ക് തിരിഞ്ഞു പോകരുത്. ചിന്തകളൊരു വഴിക്കൂടെ നടക്കട്ടെ. വളരെ സ്നേഹത്തോടെ, വളരെ ക്ഷമയോടെ, സൗമ്യമായി ഈ ചിന്തകളിൽ നിന്ന് മാറി തിരിച്ച് നിങ്ങൾ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ചിന്തകളിൽ നിന്ന് മാറി നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാൻ. ഇതാണ് ബിഗിനേഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രാക്ടീസ്. എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതുപോലെ ബ്രീത്ത് അനലൈസ് ചെയ്യുന്ന, ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഇനി നിങ്ങൾ ഓൾറെഡി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അതിൽ ആദ്യത്തേത് ബോഡി സ്കാനിങ് ആണ്. ബോഡി സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുക. നമ്മുടെ കാല് മുതൽ ശിരസ് വരെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വേദനയോ എന്തെങ്കിലും പിരിമുറുക്കമോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതെ അത് തിരിച്ചറിയുക. അടുത്ത ശരീരഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ഓരോ ഭാഗത്തേക്ക് നമ്മൾ മാറുമ്പോഴും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് റെയിൻ ടെക്നിക്കാണ്. ജീവിതത്തിൽ പെട്ടെന്നൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇമോഷൻ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണിത്. ഏത് രീതിയിലുള്ള ഇമോഷനും ആയിക്കോട്ടെ, ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഫലവത്തായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റെയിൻ ടെക്നിക്ക്. ഈ ടെക്നിക്കിൽ ആദ്യം വേണ്ടത് R ഫോർ റെക്കഗ്നൈസിങ്. ആദ്യമായി ഇമോഷനെ തിരിച്ചറിയുക. അത് ദേഷ്യമോ സങ്കടമോ വിഷമമോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇമോഷനെ നമ്മൾ തിരിച്ചറിയുക. അടുത്തത് A, അലോ ചെയ്യുക. അതായത് ആ ഇമോഷനെ അവിടെ തന്നെ ആയിരിക്കാൻ അനുവദിക്കുക. അതിനെ തടയരുത്, അതിനോട് പ്രതികരിക്കരുത്. അടുത്തത് I ആണ്, ഇൻവെസ്റ്റിഗേറ്റ്. നമ്മൾ അന്വേഷിക്കുക. ആ ഒരു ഇമോഷൻ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഭാഗത്ത് ഒരു ടൈറ്റ്നസ് അനുഭവപ്പെടാം. ചിലപ്പോൾ നമുക്ക് തൊണ്ടയിലൊരു ടൈറ്റ്നസ് അനുഭവപ്പെടാം. ചിലപ്പോൾ തലവേദന ആയിരിക്കാം. ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും അവയവങ്ങളിൽ ഒരു മുറുക്കം, ഒരു പിരിമുറുക്കം പോലെ അനുഭവപ്പെടാം. അവിടെ നമ്മൾ പ്രതികരിക്കേണ്ട, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്.
നമ്മുടെ ഇമോഷൻ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത് എന്ന് ഫീൽ ചെയ്യുക. ഒടുവിൽ N, നർച്ചർ അല്ലെങ്കിൽ നോൺ ഐഡൻറ്റിഫിക്കേഷൻ. അവിടെ നമ്മളോട് തന്നെ സംസാരിക്കുക. അവിടെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക, ഈ ഇമോഷൻ ഇത് ഞാനല്ല, എന്നിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഇമോഷൻ എന്നെയല്ല, ഞാൻ ഇമോഷനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇമോഷനിൽ നമ്മൾ ഓവർ റിയാക്റ്റ് ചെയ്യാതെ ആ ഇമോഷനെ നമ്മുടെ പരിധിയിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതും മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇനി ഇതൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും ആൾക്കാർ ഭയങ്കര ബിസിയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ 5 മിനിറ്റ്സ് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനോ ബോഡി സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ റെയിൻ അനാലിസിസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീനിലേക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ചില മൈക്രോ പ്രാക്ടീസസ് ഉണ്ട്. അതിലാദ്യത്തേത് മൈൻഡ്ഫുൾനെസ് കോഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് ഫോൺ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രം ആസ്വദിച്ച് ചെയ്യുക. രാവിലെ എണീറ്റ് ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായയുടെ മണവും രുചിയും അറിഞ്ഞു കുടിക്കുക. ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാതെ മാറ്റിവെക്കുക. സിംഗിൾ ടാസ്കിങ് ഈസ് ദ അൾട്ടിമേറ്റ് മൈൻഡ്ഫുൾനെസ് ഹാക്ക് ഫോർ ബിസി പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ബിസി ഷെഡ്യൂളിലുള്ള ഒരാൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി സിംഗിൾ ടാസ്കിങ്, ഒരു കാര്യം മാത്രം ഒരു സമയത്തേക്ക് ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് മെത്തേഡാണ്. ഗ്രൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡായി ഭയങ്കര ടയേർഡായി എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് നിർത്തി വെക്കുക. 1 മിനിറ്റ് പോലും നിർത്തണ്ട, അതിലും താഴെ മാത്രം മതി. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചുറ്റും കാണുന്ന ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഒരു 4 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളെ തിരിച്ചറിയുക. നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യവും തിരിച്ചറിയുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന് മാറി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു വർക്കിന് വേണ്ടി ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓൺ ആക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഏതൊരു രീതിയിലാണെങ്കിലും വളരെ ചെറിയ സമയത്തേക്ക് 2-3 സെക്കൻഡ് ആണെങ്കിൽ പോലും, വളരെ ചെറിയ സമയത്തേക്കാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഗ്യാപ്പ്, ഒരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ 2-3 തവണ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഈ ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും മൈൻഡ്ഫുൾനെസ്സിനോ മെഡിറ്റേഷനോ വേണ്ടി മാറ്റിവെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.